ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈദപ്പൊടി അതുപോലെ പാലൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്ക് പോലത്തെ ചെറിയതായിട്ടുള്ളൊരു കേക്ക് പോലത്തെ ഗ്ലാസ്സിലുണ്ടാക്കണ കേക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. ആ ബൗളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് മൈദ നമുക്ക് ഒരു 2 കപ്പ് മൈദ എടുക്കണം കേട്ടോ. 250 ml അതിൽ 2 കപ്പ് മൈദോളം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പ് വെച്ചുള്ളത്. അപ്പോൾ മുകളിൽ അരിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വല്ല കരട വല്ല പ്രാണിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ടയൊക്കെ വല്ലതുണ്ടെങ്കിൽ അരിച്ചെടുക്കാൻ വെച്ചിട്ട് വെച്ചുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് 2 കപ്പ് അളന്നിട്ടുണ്ട് പൊടി. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടിഭാഗം ഒന്ന് കൈകൊണ്ട് ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് എടുക്കുക, പൊടി പോവാതിരിക്കാണ്ട്. ബാക്കിയുള്ളത് നമുക്ക് പുറത്തേക്ക് കളയാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ്, നമ്മൾ 2 കപ്പ് പൊടി എടുത്തെങ്കിൽ 1 കപ്പ് പഞ്ചസാര കേട്ടോ അതിലേക്ക് മധുരത്തിന് ചേർക്കണത്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടുണ്ട്. 5-8 ഏലക്കായ ഇട്ടുണ്ട്. എന്നിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ അതേ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നന്നായി. അപ്പോൾ ആ പൊടിച്ച പൊടി നമ്മൾ അളന്ന് വെച്ച മാവുണ്ടല്ലോ 2 കപ്പ്, ആ മാവിലേക്ക് ചേർക്കാം കേട്ടോ. ആ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ടുകളൊക്കെ അതിൽ ചേർക്കാം കേട്ടോ. ഇനി ബാക്കി നമ്മൾ ആദ്യം ചേർക്കുന്നത് ഉപ്പ് ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ ഒന്ന് അപ്പം വീർക്കാനായിട്ട് അത് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ടീസ്പൂണിൽ 2 ടീസ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേർത്ത് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ 2 ടീസ്പൂണോളം നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം നെയ്യും ചേർത്തുണ്ട്. ഇനി എല്ലാതും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ആ ടീസ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് പിന്നെ അത് നന്നായി കൈ കൊണ്ട് തന്നെ തിരുമ്പി ചേർക്കുക നല്ലത് കേട്ടോ. അപ്പോൾ എണ്ണയും നെയ്യും കൂടി നന്നായി മിക്സായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സോഡക്കാര ഇട്ടുണ്ടല്ലോ അത് കൂടി ഒന്ന് നന്നായി മിക്സായി കിട്ടണം. അതിന് നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കുക. അപ്പോൾ കൈ കൊണ്ടൊക്കെ നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ പിന്നെ പാല് ചേർക്കണം. പാല് ഞാനത് വെള്ളമൊന്നും ചേർക്കാതെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളപ്പിച്ച് ചേർക്കണതിലേക്ക് നല്ലത്. അപ്പോൾ ഞാൻ പാൽ ഇതിൽ ആ കപ്പ് കൊണ്ട് തന്നെ നമുക്ക് അളന്നൊഴിക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടിയിലേക്ക് 1 കപ്പ് ആദ്യം ഒഴിച്ചു. പിന്നെ ഒരു വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് പാലുണ്ടായിരുന്നു. 2 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് പാലും ചേർത്തു. എന്നിട്ട് അതൊക്കെ കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് നന്നായി ബീറ്റ് ചെയ്ത് ഇളക്കിയെടുക്കുക. കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ. നന്നായി കൈ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായി മിക്സായി കിട്ടണം. നമ്മൾ ടീസ്പൂൺ കൊണ്ട് വെറുതെ ഇളക്കിയാലൊന്നും യോജിച്ച് കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ പൊന്തി വരാനോ ഒക്കെ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് നമ്മൾ അടിയിൽ നിന്ന് മാവ് ഒന്ന് ഇളക്കി മറിച്ച് കൂട്ടിയതിൻ്റെ ശേഷം ഇതുപോലെ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക ഒരു 10 മിനിറ്റോളം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യണം കാണിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. 10 മിനിറ്റ് വരെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് മാവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു വിധമായിട്ടുണ്ട് കണ്ട. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എത്രത്തോളം ആയാൽ മതി കേട്ടോ. മാവിൻ്റെ കട്ടിയൊക്കെ എത്ര ആയാൽ മതി. അപ്പോൾ ഇതേ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒന്ന് കണ്ട അങ്ങനെ പൊന്നിച്ച് ഇളക്കി നോക്കിയാൽ മാവ് ഇതേ പരുവത്തിൽ വേണം. അങ്ങനെ എത്ര കട്ടി വേണം കേട്ടോ. അധികം വെള്ളമാവാൻ പാടില്ല. ഇതേ പരുവത്തിൽ. ഇനി നമ്മൾ ആ കേക്ക് തയ്യാറാക്കണ ഇങ്ങനത്തെ ഗ്ലാസ്സുകളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ തിരിച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ബ്രഷ് കൊണ്ടൊന്നും ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എണ്ണ ആക്കി കൊടുക്കുക. അപ്പോൾ വേഗം ഇങ്ങോട്ട് വിട്ടു പോരും നമ്മുടെ കേക്ക് വെന്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആ ബ്രഷ് കൊണ്ടൊന്നും എല്ലാ ഗ്ലാസ്സുകളും ഒന്നിങ്ങനെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി നമ്മളൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെക്കാനായിട്ടുള്ളത് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലാണ് ഇതൊന്ന് തയ്യാറാക്കണം കേട്ടോ കേക്ക്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു
ഒരു ഒരു എന്തെങ്കിലും ഇരുമ്പിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വെച്ച് കൊടുക്കുക. കണ്ട ഒരു തട വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കണ്ട അങ്ങനത്തെ ഒരു റിങ്ങാണ് ഞാൻ വെച്ച് കൊടുക്കണം. കണ്ട ആ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലാണ് നമ്മൾ കേക്ക് കപ്പുകളൊക്കെ വെക്കുന്നത്. കണ്ട അപ്പോൾ ആ റിങ്ങിൻ്റെ മുകളിലേക്ക് നല്ല പഴുത്തിട്ടിരിക്കണം കേട്ടോ നമ്മുടെ പാത്രം. കുറച്ച് നേരമായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്, കിണ്ണം വെച്ചിട്ട് കിണ്ണത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനി അതിലേക്കും നമുക്ക് നമ്മുടെ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട 7 ഗ്ലാസ് ഉണ്ട്. 7 ഗ്ലാസ്സിലും ഒരു 3/4 ഭാഗത്തോളം ഒഴിക്കുക. അപ്പോൾ ശരിക്കും 1/2 ഭാഗത്തോളം ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ കുഴച്ചത് കൂടുതലായിട്ട് തിങ്ങി പൊന്തി വന്നു കേട്ടോ, നന്നായി. അപ്പോൾ ഞാൻ അത് ഇനി 2ാം വട്ടം വെക്കേണ്ട വെച്ചിട്ട് ഒരു ട്രിപ്പിൽ അങ്ങോട്ട് എല്ലാ മാവും അവസാനിപ്പിച്ചു, ഒരു 3/4 ഭാഗത്തോളമൊക്കെ അയച്ചിട്ട്. പക്ഷേ അത് കാരണം നന്നായി കേക്ക് മുകളിലേക്ക് പൊന്തി. ഒരു 1/2 ഭാഗത്തോളമായാൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. മറ്റേ ഗ്ലാസ്സിലും ഒഴിക്കുക കേട്ടോ. എല്ലാ ഗ്ലാസ്സിലും ഞാൻ ഒരു വിധം കണ്ട അങ്ങനെ കൂടുതലാണ്. ഇത് വെന്തപ്പോഴാണ് അത്രയും പൊന്തുന്നുള്ളത് ഇതായത്. 1/2 ഭാഗം ഒഴിക്കുക ശരിക്കും. അപ്പോൾ ഗ്ലാസിൻ്റെ റൗണ്ടിന് കറക്റ്റായി കിട്ടും. ഇതിപ്പോൾ മുകളിലേക്ക് പൊന്തിയിട്ട് ഒരു വല്ലാതെ അരി കിട്ടിയിട്ടാണ്. ഒഴിക്കുമ്പോൾ ഇനി ഉണ്ടാക്കണവർ അങ്ങനെ 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 3/4 ഗ്ലാസ്സിലധികം ഒഴിച്ച് കഴിഞ്ഞാൽ പൊന്തി മുകളിലേക്ക് ഷേപ്പില്ലാത്ത രൂപത്തിലായി വരും. അപ്പോൾ നമ്മുടെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അത് നോക്കി കേട്ടോ. 30 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ നോക്കി നോക്കുമ്പോൾ വേണ്ട നന്നായി മുകളിലേക്ക് പൊന്തിയ കാരണം. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം വരെ പൊന്തി തന്നെയുള്ളൂ. ഇതിപ്പോൾ നോക്കിയാൽ ഞാൻ ഒരു 3/4 ഗ്ലാസ്സിലധികം ഒഴിച്ച കാരണം അങ്ങനെ മുകളിലേക്ക് പിന്നെ വളഞ്ഞ പോലെയൊക്കെ കേക്ക് വെന്ത് വന്ന് കൊടുക്കണുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കമ്പി കൊണ്ട് കുത്തി നോക്കുമ്പോൾ വേഗം ഇങ്ങനെ ഒട്ടി പിടിക്കണമെന്നില്ല. കേക്കിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ എണ്ണയൊക്കെ പറ്റിയ കാരണം കണ്ട കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം പോരുന്നുണ്ട് കേട്ടോ. കേക്ക് കണ്ട നല്ല സോഫ്റ്റായ കേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല സാധനം, നല്ലതാണിത്. എളുപ്പം കഴിയും ചെയ്യും. വേവേണ്ട ഒരു 1/2 മണിക്കൂറൊക്കെ വേവേണ്ട താമസം വരുന്നുള്ളൂ കേട്ടോ. കലക്കലും എടുക്കലൊക്കെ വേഗം കഴിയും, ഉണ്ടാക്കലൊക്കെ. പക്ഷേ 1/2 മണിക്കൂർ വേവാൻ ഗ്യാസ് കത്തണം. നമുക്കത് ഞാൻ മുറിച്ച് നോക്കട്ടെ. അത് മുറിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കിക്കോ. കണ്ട ഞാൻ കത്തി കൊണ്ട് മുറിച്ച് നോക്കുമ്പോൾ നോക്കി അതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തുണ്ട് കേട്ടോ. കണ്ട 1/2 മണിക്കൂർ വേവാൻ സമയം വേണ്ടി വരും. കണ്ട മുറിച്ചപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ട പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്തിട്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.